ഹായ് വെൽക്കം ടു കോഡ് യുറക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ AI ടൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസിന് നമ്മൾ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ടോ സെർച്ച് ചെയ്ത് ഒരു AI ടൂൾ കണ്ടെത്തുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതിന് പകരം നമുക്കൊരു കാറ്റഗറി ബേസ് ആയിട്ട് ഇപ്പോഴുള്ള AI ടൂൾസ് കാണാനും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോകാനും ഓൾറെഡി ഇത് വെരിഫൈഡ് ആണോ അല്ലയോ എന്ന് നോക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനുള്ള ഒരു കിടിലം AI ടൂൾസ് ഡയറക്ടറിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ പേര് AI എക്സ്പ്ലോറിയർ എന്നാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതിന്റെ ഹോം സ്ക്രീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AI ടൂൾസ്, എല്ലാ AI ടൂൾസിന്റെ ഒരു ഡയറക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ട് AI ടൂൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വെരിഫൈഡ് ആണ്. ഇവർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഫ്രീ AI ആണെന്ന് നോക്കാം, ഫ്രീമിയം ആണെന്ന് നോക്കാം, പെയ്ഡ് ആണെന്ന് നോക്കാം, ഫ്രീ ട്രയൽ ഉള്ളതാണെന്ന് നോക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഫ്രീ AI കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള AI ടൂൾസ് എല്ലാം ലിസ്റ്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് നോക്കിയിട്ട് ഇത് എടുക്കാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് ഈ AI ടൂളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൈനപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ഈ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലേറ്റസ്റ്റ് ന്യൂസുകളെല്ലാം നമ്മുടെ മെയിലിലേക്ക് ഇട്ട് മെയിൽ കൊടുക്കുക, സബ്സ്ക്രൈബ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പുതിയൊരു AI ടൂൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ ലിസ്റ്റ് വേണേൽ ഫുൾ ലിസ്റ്റ് എടുക്കാം. AI കാറ്റഗറി വേണേൽ AI കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI കാറ്റഗറി വൈസ് കാണിക്കും, AI ട്യൂട്ടോറിയൽസ് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കാറ്റഗറി നമ്മളിവിടെ സെലക്ട് ചെയ്യണം. 3D ഒരു ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള AIകളെല്ലാം ഇവിടെ കാണിക്കും. കണ്ടു, ഇതിൻ്റെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഈ AI ടൂൾസ് എല്ലാം ഇവിടെ ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രീ ട്രയൽ ഉള്ളത് നോക്കണമെങ്കിൽ ഫ്രീ ട്രയൽ നോക്കാം. അതുപോലെ ഈ സ്റ്റാറ്റസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ അടുത്ത കാറ്റഗറി ഏത് കാറ്റഗറി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി ഇവിടെ കാണിക്കണ്ടോ. ബെസ്റ്റ് AI ഫോർ എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കാറ്റഗറി നമ്മളിപ്പോൾ ഒരു ബിസിനസ് കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് പറ്റിയ AI ടൂൾസ് എല്ലാം ഇവിടെ കാണിക്കും. കണ്ടോ, ഓരോന്നും എന്തിനാണെന്ന് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ക്യാൻവയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവയുടെ സൈറ്റിലേക്ക് പോകും. ഇതുപോലെ നമുക്ക് ഏത് ടൂളിലേക്ക് ഇവിടുന്ന് ഒറ്റ ക്ലിക്ക് തന്നെ പോകാൻ പറ്റും. ഇപ്പൊ ഏതൊക്കെ ടൂൾസ് നമ്മുടെ പർപ്പസിന് ഏതൊക്കെ ടൂൾസ് ഇപ്പൊ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഒരൊറ്റ വിൻഡോയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഇത് ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്ന് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീ മതി എന്നുണ്ടെങ്കിൽ ഫ്രീ മാത്രം സെലക്ട് ചെയ്യുക, ഫ്രീ ട്രയൽ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല, നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു കിടിലൻ ടൂളാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.